ഇപ്പോൾ രാഹുൽ സുരേഷ് നമുക്കൊപ്പം ചേരുകയാണ്. ചില പ്രേക്ഷകരൊക്കെ നമ്മോട് ചോദിച്ചു, ഈ റിയാദിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിൻ്റെ കാര്യം എന്തായി, 34 കോടി രൂപ പിരിച്ചിട്ട് വിവരമൊന്നും അറിയുന്നില്ലല്ലോ എന്ന്. രാഹുൽ സുരേഷ്, നമുക്ക് എന്തെങ്കിലും വിവരം അതിനെക്കുറിച്ച് ലഭിച്ചിട്ടുണ്ടോ? എൻ അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നിലവിൽ പുരോഗമിക്കുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഏതാണ്ട് 3 മാസം ഈ കഴിയും ഈ അബ്ദുൾ റഹീം മോചിതരാവാൻ എന്ന് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഇപ്പൊ ഏതാണ്ട് 1 മാസം പിന്നിടുകയാണ്. ഇപ്പോഴും നമ്മൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നിരന്തരം ഈ വാർത്ത ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഒടുവിൽ കുടുംബവുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. 2-3 ദിവസത്തിനുള്ളിൽ നമ്മൾ മോചനദ്രവ്യമായി കണ്ടെത്തിയിട്ടുള്ള 34 കോടി രൂപ മരണപ്പെട്ട സൗദിയിലെ ആ കുടുംബത്തിന് കൈമാറും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന് ആദ്യം ആ കുടുംബം ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം സൗദിയിലെ കോടതിയുമായി ബന്ധപ്പെട്ട ശേഷമായിരിക്കും ഈ പണം കൈമാറുക. ഏതാണ്ട് 3 ദിവസത്തിനുള്ളിൽ ഈ പണം കൈമാറുമെന്ന വിവരമാണ് കുടുംബം നമ്മളോട് പങ്കുവെക്കുന്നത്. അതിനുശേഷമായിരിക്കും കോടതിയുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ നടക്കുക. പരമാവധി 2 മാസത്തിനുള്ളിൽ തന്നെ അബ്ദുൾ റഹീമിന്റെ മോചനം ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ കുടുംബം മുന്നോട്ട് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഈ അഭിഭാഷകന്റെ നേതൃത്വത്തിൽ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. കേരളത്തിലാണെങ്കിലും സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും അതോടൊപ്പം തന്നെ സൗദിയിലെ നിയമവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. പരമാവധി ഒരു 2 മാസം കൂടിയാണ് ഇനി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി കാത്തിരിക്കേണ്ടി വരൂ എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഫറൂഖിലെ അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. നിങ്ങൾക്കറിയുന്ന നിയമപരമായ കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം വിചാരണ കോടതിയിൽ അപേക്ഷ കൊടുക്കണം. ആദ്യം ഈ കുടുംബം ഈ ദയാ നിധി വാങ്ങിയിട്ട് ഈ ബ്ലഡ് മണി വാങ്ങിച്ചിട്ട് ഇത്തരം ഒരു മോചനത്തിന് തയ്യാറാക്കണം. അത് കഴിഞ്ഞിട്ട് വിചാരണ കോടതിയിൽ വരും. അത് കഴിഞ്ഞ് അവിടുത്തെ സുപ്രീം കോടതിയിൽ വരും. കോടതി തീരുമാനിച്ചതിന് ശേഷം മാത്രമേ ഈ മോചനം യാഥാർത്ഥ്യമാകൂ. എന്തായാലും 34 കോടി രൂപ അക്കൗണ്ടിലുണ്ട്. നമ്മൾ ജലീൽ കണ്ണമംഗലവുമായി ബന്ധപ്പെട്ടിരുന്നു. ജിദ്ദയിലുള്ള ജലീൽ കണ്ണമംഗലം പറഞ്ഞിരിക്കുന്നത് നാളെ മോർണിംഗ് ഷോയിൽ നമുക്കിതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ് എത്തിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. റിയാദിലുള്ള ഈ റഹീമിൻ്റെ മോചനത്തിനായി ശ്രമിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭിച്ചില്ല. രാത്രിയിൽ കൂടുതൽ ബന്ധപ്പെടാൻ കഴിയുമെന്നാണ് ജലീൽ കണ്ണമംഗലം ഞങ്ങളുടെ പ്രതിനിധി അറിയിക്കുന്നത്. നാളെ മോർണിംഗ് ഷോയിൽ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം.